തായ്വാനെ വരിഞ്ഞുമുറുക്കാൻ നാവിക വ്യോമവലയം തീർത്ത് ചൈന. നമസ്കാരം, ഞാൻ ജാസ്മിൻ. ആഗോളതലത്തിൽ പലയിടങ്ങളിൽ നിന്നും ഭൂരാഷ്ട്രീയ സംഘർഷങ്ങൾ ആശങ്ക ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ തായ്വാനെ ഉന്നമിട്ട് ചൈന നടത്തുന്ന നീക്കങ്ങളും ചർച്ചാ വിഷയമാവുകയാണ്. തായ്വാന് ചുറ്റുമുള്ള കടൽ വ്യോമ മേഖലയിൽ ചൈന തങ്ങളുടെ സൈനിക സാന്നിധ്യം വീണ്ടും ശക്തമാക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം വന്ന കണക്കുകൾ പ്രകാരം 8 ചൈനീസ് യുദ്ധക്കപ്പലുകളും 4 ഔദ്യോഗിക കപ്പലുകളും 2 സൈനിക വിമാനങ്ങളും തായ്വാൻ പരിധിയിൽ കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതിൽ ഒരു വിമാനം തായ്വാന്റെ തെക്ക് കിഴക്കൻ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് കടന്നുകയറിയതായും അധികൃതർ വ്യക്തമാക്കി. നിലവിലെ ഈ സ്ഥിതിഗതികൾ തങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചുവെന്നും തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. സ്ഥിതിഗതികൾക്കനുസരിച്ച് അനുയോജ്യമായ പ്രതികരണം തങ്ങൾ നടത്തുമെന്നാണ് തായ്വാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപും വലിയ സൈനിക നീക്കം ചൈന തായ്വാനെതിരെ ഒരുക്കിയിരുന്നു. 17ഓളം സൈനിക വിമാനങ്ങളും 7 യുദ്ധക്കപ്പലുകളും 1 ഔദ്യോഗിക കപ്പലും തായ്വാൻ തീരത്തോട് ചേർന്ന് കണ്ടെത്തുകയുണ്ടായി. അതിൽ 15 വിമാനങ്ങൾ ഇരു പ്രദേശത്തെയും വേർതിരിക്കുന്ന അനൌദ്യോഗിക മധ്യരേഖ കടന്ന് തായ്വാന്റെ വ്യോമ പ്രതിരോധ മേഖലയിലേക്ക് പ്രവേശിച്ചതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇങ്ങനെ തുടർച്ചയായി ചൈന നടത്തുന്ന സൈനിക നീക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് സുരക്ഷാ വിദഗ്ധർ വിലയിരുത്തുന്നത്. ചരിത്രപരവും രാഷ്ട്രീയപരവുമായ സങ്കീർണതകളാണ് ചൈന തായ്വാൻ സംഘർഷത്തിന്റെ അടിസ്ഥാന കാരണം. തായ്വാൻ തങ്ങളുടെ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നാണ് ചൈനയുടെ നിലപാട്. എന്നാൽ സ്വന്തം ഭരണകൂടവും സൈന്യവും സാമ്പത്തിക സംവിധാനവുമുള്ള തായ്വാൻ ഈ അവകാശവാദം അംഗീകരിക്കുന്നില്ല. സ്വതന്ത്ര രാഷ്ട്രത്തെ പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം ഔദ്യോഗികമായി സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാതെ ഒരു രാജ്യം എന്ന നിലയിൽ തന്നെ തുടരുകയാണ് തായ്വാൻ. ഇതുതന്നെയാണ് ഇരുപക്ഷത്തിന്റെയും ഇടയിലുള്ള പ്രധാന സംഘർഷ കാരണം. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ 1683 ക്വിങ് രാജവംശത്തിന്റെ കീഴിലായിരുന്ന തായ്വാൻ 1895 ചൈന ജപ്പാൻ യുദ്ധത്തിന് ശേഷം ജപ്പാന്റെ അധീനതയിലായി. ഏകദേശം 50 വർഷത്തോളം ജപ്പാനാണ് തായ്വാനെ അടക്കി വാണിരുന്നത്. 2ാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ തായ്വാൻ വീണ്ടും ചൈനയുടെ നിയന്ത്രണത്തിലായെങ്കിലും അതിന്റെ പരമാധികാര കൈമാറ്റം പൂർണ്ണമായും വ്യക്തത നേടിയില്ല. 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധമാണ് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയത്. കമ്മ്യൂണിസ്റ്റ് ശക്തികൾ വിജയിച്ച് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിക്കപ്പെട്ടപ്പോൾ മുൻ ഭരണകൂടമായ റിപ്പബ്ലിക് ഓഫ് ചൈന തായ്വാനിലേക്ക് പിന്മാറി. അതോടെ 2 ഭരണകൂടങ്ങളും തങ്ങളുടെ നിയമാനുസൃത അംഗീകാരം അവകാശപ്പെടുന്ന അവസ്ഥയുണ്ടായി. അന്നു മുതൽ തായ്വാൻ സ്വന്തം ഭരണ സംവിധാനം രൂപീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ തർക്കം പരമാധികാരം, സ്വയം നിർണയാവകാശം, അന്താരാഷ്ട്ര നിയമം തുടങ്ങിയ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നു. നിലവിൽ തായ്വാനെ ഔദ്യോഗികമായി സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്ന രാജ്യങ്ങൾ കുറവാണ്. എന്നിരുന്നാലും സാമ്പത്തിക ശക്തിയും സാങ്കേതിക മുന്നേറ്റവും കൊണ്ട് തായ്വാൻ ആഗോളതലത്തിൽ നിർണായക സ്ഥാനമാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. സമീപകാലത്ത് ചൈന തായ്വാനെ ചുറ്റിപ്പറ്റി നടത്തുന്ന നിരന്തര സൈനിക പ്രകടനങ്ങൾ ഭാവിയിൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളായാണ് വിലയിരുത്തപ്പെടുന്നത്. തായ്വാൻ ഇതിനെ പ്രതിരോധപരമായി നേരിടുമ്പോഴും ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ സൂക്ഷ്മത പുലർത്തുന്നുമുണ്ട്. എങ്കിലും ഇത്തരം സംഭവങ്ങൾ തുടരുന്നത് ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ കൂടുതൽ സംഘർഷഭരിതമാക്കുമോ എന്ന ആശങ്ക ഉയർത്തുകയാണ്. വാർത്തയുടെ നിറം തേടി തനി നിറം.